ഹലോ, എല്ലാവർക്കും ഹാനാസ് ബുക്ക് ഓഫ് ജോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ആണ്. ഇതിനായി ആദ്യം പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്താൽ മതി. ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് കടുകാണ്. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ആദ്യം ചേർക്കാത്തത് അത് കഴിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് കഴിഞ്ഞാൽ അടുത്ത അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് സ്ലൈസ് ചെയ്ത സവാളയാണ്. 2 വലിയ സവാളയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ചെറിയ സവാളയാണെങ്കിൽ 3 എണ്ണം ചേർക്കാം. സവാള പെട്ടെന്ന് വരണ്ടു വരാനായിട്ട് നമ്മൾ അതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് ഒന്നും കൂടി നന്നായിട്ട് സ്റ്റർ ചെയ്ത് കൊടുക്കണം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതും വരെ നമ്മൾ ഇത് സ്റ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, പാകമായി വന്നിരിക്കുകയാണ് ഇത്. സവാളയുടെ ഈ കൂട്ട് എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കുക. നമ്മുടെ മുട്ടക്കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മുട്ട നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്ത് നന്നായി അത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മുട്ട ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മുട്ട പൊട്ടി ദേഹത്ത് തെറിക്കാതിരിക്കാനായിട്ട്. അതുകൊണ്ട് ഒന്നുകിൽ മൂടി വെച്ച് ഫ്രൈ ചെയ്യുക, അല്ലെങ്കിൽ അടുത്തു നിന്ന് മാറാതെ ഫ്രൈ ചെയ്യുക. ഇപ്പോൾ മുട്ട ആവശ്യമായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി മുട്ടക്കറിയുടെ അടുത്ത സ്റ്റെപ്പ്, അതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് മസാല ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം മഞ്ഞൾപ്പൊടി, അതിനുശേഷം മല്ലിപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ അടുത്തതായി ആഡ് ചെയ്യേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നീട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാത്തിൻ്റെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാലയും ചേർത്ത് കഴിഞ്ഞാൽ ഇത് നന്നായി വഴറ്റിയെടുക്കുക. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് സിമ്മിൽ തന്നെ ഇത് ചെയ്തെടുക്കണം. ഇപ്പോൾ മസാല നന്നായി പാകത്തിനായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. മസാലയിൽ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്യണം. മസാലയൊക്കെ ആ മുട്ട നന്നായിട്ട് പിടിച്ച് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നേരത്തെ നമ്മൾ സവാളയുടെ കൂട്ടുണ്ടാക്കി വെച്ചില്ലേ, ആ കൂട്ട് ഈ മുട്ടയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, തിളച്ച വെള്ളമായിരിക്കണം. അത് ചൂടോട് കൂടി തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം.
ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, നമ്മുടെ ഗ്രേവി ഭയങ്കര ലൂസായി പോകും. അപ്പോൾ മസാലയുടെയൊക്കെ ടേസ്റ്റ് അതിൽ നന്നായി കിട്ടില്ല. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് നാരങ്ങയുടെ ജ്യൂസാണ്. ഏകദേശം ഒരു ചെറിയ സ്പൂൺ നാരങ്ങയുടെ ജ്യൂസ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ മസാലയൊക്കെ നന്നായി മുട്ടയിൽ പിടിക്കാൻ ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ട്വിസ്റ്റുള്ള മുട്ടക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഈ ഡിഷ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ പ്ലീസ്. See you in the next video. Bye.